കാലവർഷ കെടുതിയെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരം 462 ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അതിൽ 27,048 പേര് ക്യാമ്പിലുണ്ട്. അതിൽ പത്തനംതിട്ടയിലെ 157, ആലപ്പുഴയിലെ 81, കോട്ടയത്ത് 154. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുള്ളത്. മറ്റതെല്ലാം 10 ബന്ധപ്പെട്ട് മാത്രമാണുള്ളത്. നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മരണങ്ങൾ 26 ആണ്. 11 പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. 4 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ 1882 ഹെക്ടർ കൃഷി സ്ഥലത്ത് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു 67.44 കോടി രൂപ ഇപ്പോഴത്തെ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് നഷ്ടമുണ്ടായിട്ടുണ്ട്. 67.44 കോടി രൂപയാണ് പ്രാഥമിക റിപ്പോർട്ട് നാശനഷ്ടങ്ങളുടെ. ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ കുറച്ചുകൂടി കൂടും. ഇപ്പോൾ ഉള്ളത് ടോട്ടൽ നാശനഷ്ടം 1882 ഹെക്ടർ സ്ഥലത്താണ് കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്. കൃഷിനാശത്തിൻ്റെ ക്രോപ്പ് ഏരിയ ഡാമേജ് ആയിട്ടുള്ളത് അത് 23,537 കർഷകരെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൂടി ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ SDRF നിന്നും 2 ലക്ഷം രൂപ CMDRF നിന്നും 2 ലക്ഷം രൂപ PMNRF നിന്നും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുക്കും. അതുപോലെ ഈ വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും, അത് ഞാൻ പ്രത്യേകം പറയുന്നു, ഇപ്പോൾ കുറേ ആളുകൾ വന്ന് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ക്യാമ്പിലെ രജിസ്ട്രേഷൻ അനുസരിച്ചിട്ടല്ല കൊടുക്കുന്നത്. ക്യാമ്പിൽ വരാത്തവർക്കും വീട്ടിൽ വെള്ളം കയറിയവർക്ക് കൊടുക്കും. ക്യാമ്പിൽ വന്നു എന്നതിൻ്റെ പേരിൽ വീട്ടിൽ വെള്ളം കയറിയിട്ടിലേക്ക് കൊടുക്കില്ല. ഇങ്ങനൊരു തെറ്റായ ധാരണ പരക്കുന്നുണ്ട്. ചിലപ്പോൾ കുറേ ആളുകൾ വന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വെള്ളം കയറിയ എല്ലാവരുടെയും വില്ലേജ് ഓഫീസറുടെ ഉദ്യോഗസ്ഥന്മാരുടെയും റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും 10,000 രൂപ അവർക്ക് കൊടുക്കും. പിന്നെ മരിച്ചവരുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ മുഴുവൻ ഡാമേജായ വീടുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കാരണം അവിടെ വീട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഈ ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും ഒക്കെ ഉണ്ടായ സ്ഥലത്ത് അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീടിനുമാണ്. 10 ലക്ഷം, അത് 12 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു 300 രൂപ വെച്ച് ഒരു കുടുംബത്തിലെ ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വെച്ച് ഡെയിലി കൊടുക്കും. അതുപോലെ അവർക്ക് അല്ലല്ല, അത് അവിടെ ഈ വീട്ടിൽ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇങ്ങനെ വെള്ളം കയറി പ്രയാസപ്പെട്ടവർക്ക്, അതേപോലെ തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോയി അവിടെ താമസിക്കാൻ പറ്റാത്തവർക്ക്, അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ പുതിയ വീട്ടിലോ അല്ലെങ്കിൽ ആ വീട് റെഡിയാകുന്നത് വരെ താമസിക്കാൻ വേണ്ടിയിട്ട് മാസം റെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അതെടുത്തിട്ടുണ്ട്.